സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. പനങ്കുരു എന്ന് കേട്ടാൽ ചൊറിഞ്ഞ കാലം മാറി. അടയ്ക്കയ്ക്ക് വില വർദ്ധിച്ചതോടെയാണ് ഒരു കാലത്ത് ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന പനങ്കുരു വിപണിയിലെ താരമായത്. 1 കിലോയ്ക്ക് 80 രൂപ വരെയാണ് വില. വില വർദ്ധിച്ചതോടെ പനങ്കുരു ബിസിനസ്സുമായി ഉപജീവനം കണ്ടെത്തുന്നവരും നാട്ടിൽ നിരവധിയാണ്. ആർക്കും വേണ്ടാതെ പറമ്പുകളിലും നാട്ടുവഴികളിലും ചിതറിക്കിടന്നിരുന്ന പനങ്കുരുവിനാണ് നല്ല കാലം തെളിഞ്ഞത്. പനയിൽ നിന്ന് കള്ളുചെത്ത് കുറഞ്ഞതോടെ പനയും ആർക്കും വേണ്ടാതെ വന്നു. അന്യമായ പനയും പനങ്കുരുവുമാണ് ജനങ്ങളുടെ പ്രതീക്ഷയാവുന്നത്. ഇത് കാരണം പനകളെ തേടിയെത്തുന്നവരും നിരവധിയായി. പനങ്കുരു വാണിജ്യാടിസ്ഥാനത്തിൽ ശേഖരിക്കുകയും സംസ്കരിച്ച് വിപണനം നടത്തുകയും ചെയ്യുന്ന സംഘങ്ങൾ നാട്ടിൽ തന്നെ നിരവധിയാണ്. പച്ചക്കുരുവിന് കിലോയ്ക്ക് 15 മുതൽ 20 രൂപയും ഉണങ്ങിയത് 75 രൂപ മുതൽ 80 രൂപ വരെയും നാട്ടിൻ പുറങ്ങളിൽ തന്നെ ലഭിക്കും. പനങ്കുരുവിന് പൊതുവിപണിയില്ലാത്തതിനാൽ ഏജന്റുമാരാണ് വില നിശ്ചയിക്കുന്നത്. പറമ്പുകളിൽ നിന്ന് പന പാട്ടത്തിനെടുത്ത് കുല വെട്ടിയെടുത്ത് കയറ്റിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരു പനയിൽ 8-10 കുലകളുണ്ടാവും. ഒരു കുലയ്ക്ക് തന്നെ 250 മുതൽ 300 കിലോ വരെ തൂക്കമുണ്ടാകും. ഒരു കുലയിൽ നിന്ന് കുറഞ്ഞത് 50 കിലോ ലഭിക്കും. കിലോയ്ക്ക് 60 രൂപ കിട്ടിയാൽ പോലും ഒരു കുലയിൽ നിന്ന് 3000 രൂപയെങ്കിലും ലഭിക്കും. അടക്ക വ്യാപാര കേന്ദ്രങ്ങളായ കേച്ചേരി, കുന്നംകുളം, പഴഞ്ഞി, ചാലിശ്ശേരി എന്നിവിടങ്ങളിലാണ് പനങ്കുരു മൊത്ത വ്യാപാരം നടക്കുന്നത്. പെയിന്റ്, പശ നിർമ്മാണം, പാൻ മസാലകൾ, സുഗന്ധമുറുക്ക് എന്നിവയ്ക്കാണ് പ്രധാനമായും പനങ്കുരു ഉപയോഗിക്കുന്നത്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണയായി പനങ്കുരു പാകമാവുന്നത്. കുല പഴുത്ത് പാകമാവുമ്പോഴാണ് വെട്ടിയെടുക്കുന്നത്. കുല എടുക്കുന്നത് മുതൽ സംസ്കരണം വരെ ഏറെ സാഹസവും അപകടം നിറഞ്ഞതുമാണെന്നതും പ്രത്യേകതയാണ്. സീസൺ കാലത്ത് ആദിവാസികളുടെ പ്രധാന വരുമാന മാർഗമാണ് പനങ്കുരു. നമ്മളിത് ശേഖരിക്കൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓരോ സൈറ്റിലോട്ട് പോയിട്ട് നമ്മൾ അതിലെ നോക്കിയിട്ട് പഴുത്ത കൊല നോക്കിയിട്ട് നമ്മൾ പന കയറിയാണ്ട് കയറ് കെട്ടിയിട്ട് വെട്ടി ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇറക്കി കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ എടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തച്ചങ്കോട് മരുതങ്ങൽ എന്ന് പറയുന്നിടത്തുണ്ട്, കർത്തിയനി എടുക്കുന്നുണ്ട്, പൂങ്ങോട് എടുക്കുന്നുണ്ട്, അങ്ങനെ പല ഭാഗങ്ങളിലും എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താന്ന് ചോദിച്ചാൽ അത് അവിടെ വെട്ടിയിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുന്നു. അതിന് നമുക്ക് ചിലപ്പോ അന്നത്തെ റേറ്റ് പ്രകാരം 14 രൂപ, ചിലപ്പോൾ 15 രൂപ കിട്ടും. എങ്ങനെയായാലും നമുക്കൊരു 4 ആള് പോകുമ്പോൾ നമുക്കിപ്പോ പണിയില്ലാത്ത സാഹചര്യത്തിൽ ഒരു 1000 രൂപ ദിവസവേതന എന്നുള്ള നിലക്ക് നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ നല്ല പ്രശ്നമാണിത്. പന കയറണം, പന കയറി കഴിഞ്ഞത് കയറ് കെട്ടി ഇറക്കണം. പിന്നെ പോരാത്തത് ഇത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചൊറിയാനേ നേരമുള്ളൂ. നല്ല ചൊറിച്ചിലും കാര്യങ്ങളുമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇത്. നമ്മളത് തെരഞ്ഞു പോവലാണ്. ഓരോ ഏരിയ കൂടെ തെരഞ്ഞു പോയിട്ട് വേണം വെട്ടിയെടുക്കാൻ. മലയോര മേഖലയിൽ മിക്ക മലഞ്ചരക്ക് കടകളിലും പനങ്കുരു എടുക്കുന്നുണ്ട്. പനയുടെ പട്ട ആനത്തീറ്റയായും തടി മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിനാൽ പന മുറിച്ചുമാറ്റുന്ന പ്രവണത ഏറി വരികയാണ്. കർണാടക, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും പനങ്കുരു കയറ്റിപ്പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012 945 198.